ஏன் இதயம் உடைத்தாய் நொறுங்கவே என் மறு இதயம் தருவேன் நீ உடைக்கவே. நேரம் கண் பார்த்து கந்தலாகி போன நேரம் ஏதோ ஆச்சு. வானம் தீண்டி வந்தாச்சு, அப்பாவின் திட்டு எல்லாம் காற்றோடு போயே போச்சு. ஒசானா என் வாசல் தாண்டி போனாலே, ஒசானா வேறொன்றும் செய்யாமலே நான் ஆடி போகிறேன், சுக்கு நூறாகிறேன். அவள் போன பின்பு எந்த நெஞ்சை தேடி போகிறேன். வாழ்வுக்கும் பக்கம் வந்தேன், சாவுக்கும் பக்கம் நின்றேன். ஏனென்றால் காதல் என்பேன். Everybody wanna know I feel like I really wanna be here with you. It's not enough to say that we are made for each other. It's love that is Hosanna true. Hosanna feeling when you're calling out my name. Hosanna feeling like my whole life has changed. I never wanna be the same. It's time we rearrange. I take a step, you take a step, and me I'm calling out to you. Hello, hello, hello. Yo, Hosanna. வண்ண வண்ண பட்டு பூச்சி பூத்தேடி பூத்தேடி அங்கும் இங்கும் அலைகின்றது. നന്മറിഞ്ഞുറങ്ങിയ ശുദ്ധീകൃതാവുന്നതിലൂടെ ശ്രീധരനെ അനുഗ്രഹിക്കപ്പെടാമെന്ന് ഈശോ അനുഗ്രഹിക്കപ്പെടാമെന്നോ. പിതാവിനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ വിശ്വസത്യാസേൻ ചന്തോനീസേൻ വിശുദ്ധഗീവറീസേൻ ഞങ്ങൾക്കെല്ലാം മസ്തിക്കായ പരിസ്ഥിതിയാസ്മറിയുവേൻ. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വീടിന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കനാശ്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടത പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. வண்ண வண்ண பட்டு பூச்சி பூத்தேடி பூத்தேடி அங்கும் இங்கும் அலைகின்றது. சொட்டு சொட்டை தொட்டு போக மேகம் ஒன்று எங்கெங்கோ நகர்கின்றது. ஒசானா பட்டு பூச்சி வந்தாச்சா, ஒசானா மேகம் உன்னை தொட்டாச்சா. கிழிஞ்சலாகிறான் நான் குழந்தையாகிறேன், நான் உன்னை அள்ளி கையில் வைத்து பொத்திக் கொள்கிறேன். என்னோடு சேர்ந்து செல்ல என்று சொல்லு போதும். As long
ഞങ്ങളുടെ
സ്വർഗീയവരങ്ങളായ യുവതോരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് ലോകം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ വിധവാനവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ എന്ന കാലത്ത് നടക്കുകയില്ല എന്ന് ചെയ്ത നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ബന്ധപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ നീക്കും.
എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പുതിയ
ഒരുങ്ങി തയ്യാറായിരിക്കുന്ന ജോസഫ് എന്ന മാമോത്സവത്തിലുള്ള ബോധം കൊച്ചു ദേശീയതയിലുള്ള ഉത്സാഹം ഇവിടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, മറ്റ് സഹോദരി സഹോദരങ്ങൾ, ആദ്യമായി തന്നെ ബോണിക്കും സമരിയയ്ക്കും ഇവിടെ ആയിരുന്ന പ്രിയമുള്ള എല്ലാവരുടെയും പേരിൽ, വൈദികരുടെ പേരിലും കുടുംബങ്ങളുടെ പേരിലും ഈ വിവാഹത്തിൻ്റെ എല്ലാവരും മംഗളങ്ങളും അഭിനന്ദനങ്ങളും എൻ്റെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. നാം എന്നൊരു ഉദാസിയിൽ പങ്കെടുക്കുകയും നാം എന്നൊരു പുതിയ കുടുംബത്തിൻ്റെ ജന്മത്തിന് സാക്ഷി വഹിക്കുകയും അദൃശ്യമായ പ്രസാദകരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ എന്നറിയും. ഈ കൂദാശ എന്നുള്ള വസ്തുതയാണ് ഇന്നത്തെ ചടങ്ങിന് ഏറ്റവും അനുഗ്രഹം നൽകുന്ന കാര്യം. ഒരുപക്ഷെ സാമൂഹികമായ വിധത്തിൽ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ യുവാവ് യുവതിക്ക് ഒരുമിച്ച് താമസിക്കുവാൻ സമൂഹം അനുവാദം നൽകുന്ന ഒരു ചടങ്ങാണ് വിവാഹം. പക്ഷെ ആത്മീയമായി, അവകാശികമായി, സഭാത്മകമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതൊരു കൂദാശയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹമെന്ന കൂദാശ നിർവചനം അച്ഛൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചു. ആ നിർവചനം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നാമതായി ഇതൊരു ദൈവവിളിയാണ്. പരിശുദ്ധമായ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടെ സഹകരിക്കുവാൻ ദൈവം വിളിക്കുന്നു, മനുഷ്യൻ അതിന് ഉത്തരം നൽകും. രണ്ടാമതായി ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട 4 പുണ്യങ്ങൾ തിരുവചനം അല്ലെങ്കിൽ നിർവചനം പറഞ്ഞു തരുന്നു. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കും. ഈ 4 പുണ്യങ്ങളാണ് ഒരു കുടുംബജീവിതത്തെ ദൃഢമായി മുമ്പോട്ട് നയിക്കുന്നത്. ഇന്ന് സിവിൽ കോടതിയിലും രൂപതാ കോടതിയിലും അനേകം വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുന്നു. അതിലേക്ക് കാരണങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും ഈ 4 പുണ്യങ്ങളിൽ ഏതെങ്കിലും കുറവ് വന്നു എന്നുള്ളത് കൊണ്ട്. ഇത് കട്ടിലിൻ്റെ 4 കാല് പോലെയാണ് എന്ന് പറയും. കട്ടിലിൽ നമ്മൾ കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് കട്ടിലിൽ നിന്ന് തന്നെയാണ്. കട്ടിലേതെങ്കിലും ഒരു കാലം കൂടി പോയാൽ രാവിലെ എഴുന്നേൽക്കുന്നത് നിലത്തുനിന്നാണ്, നമുക്കറിയാം. അതേപോലെ പരസ്പര സ്നേഹം, ഐക്യം, വിശുദ്ധി, വിശ്വസ്തത, ഈ 4 മൂല്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നു പോയാൽ വിവാഹ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ളത് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 3ാമത്തെ കാര്യം നിർവചനം പറയുന്നത് ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിനെ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരും. ഈ 3 കാര്യങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യനെ സ്വന്തം കഴിവുകൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് കുടുംബജീവിതത്തിലായിരിക്കുന്ന എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മത്തായി 12:30 എന്നെ കൂടാതെ ശേഖരിക്കുന്നവൻ ചിന്തിച്ചു കഴിയും. പല കുടുംബങ്ങളുടെയും അവസ്ഥയൊക്കെ എടുക്കുമ്പോൾ ഈ വചനങ്ങളുടെയൊക്കെ അർത്ഥവും ആഴവും നമുക്ക് മനസ്സിലാവും. ദൈവത്തെ കൂടാതെ, ദൈവപ്രമാണങ്ങളെ മാനിക്കാതെ, സഭയെ മാനിക്കാതെ, പൗരോഹിത്യത്തെ മാനിക്കാതെ, കൂദാശകളെ മാനിക്കാതെ, ദിനവചനത്തെ മാനിക്കാതെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ കുറേയൊക്കെ സ്വരൂപിക്കുന്നുണ്ട് എന്ന് തോന്നും. പക്ഷേ പലതും ചിതറിക്കപ്പെട്ട് പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിത അനുഭവമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി നിർവചനം നമ്മോട് പറഞ്ഞു തരുന്നു. ഇതിനാവശ്യമായ വരപ്രസാദം നൽകുന്ന കൂദാശയാണ് വിവാഹം. ഇന്ന് പരിശുദ്ധമായ കൂദാശ പ്രിയമുള്ള ബോണിയെ മെച്ചാമരിയെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ നവവധൂവരന്മാരും പ്രാർത്ഥിക്കുന്നത്. അത് സമർത്ഥമായി ലഭിക്കുവാൻ ഈ കൂദാശയിലൂടെ സാധിക്കണം. നമുക്കറിയാം, ഈ കുടുംബജീവിതം വിജയകരം മുമ്പോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൂദാശകളുടെ സ്വീകരണം, പ്രാർത്ഥന വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മനോഹരമായ ചിത്രം കാണുന്നത് തോബിത്തിന്റെ പുസ്തകം 8ാമത്തെ അധ്യായത്തിലാണ്. അവിടെ തോബിത്തിന്റെ മകനായ തോബിയാസും സാറായും തമ്മിൽ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. 8ാമത്തെ അധ്യായത്തിന് ശേഷം നൽകിയിരിക്കുന്നത് വിവാഹ രാത്രിയാണ്. 8:4 വചനത്തിൽ നമ്മൾ വായിക്കും, മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തുടർന്ന് തോബിയാസ് പിതാക്കന്മാരുടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് 8ാം അധ്യായം 7ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. ആയവരുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണം. ഇവളോടൊക്കെ വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും.
നമ്മളെ വിശുദ്ധീകരിക്കുവാനും വിശുദ്ധനാകുവാൻ വേണ്ടിയിട്ടുമാണ്. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. അല്പം സരസമായ കാര്യമാണ്. എറണാകുളം വലിയ പള്ളിയിൽ ഇതേപോലെ വിവാഹത്തിന്റെ ചടങ്ങ് നടക്കുകയാണ്. അവിടെ ഇങ്ങനെ വിവാഹത്തിന്റെ സന്ദേശം നൽകിയ അച്ഛൻ സ്വന്തം മാതാപിതാക്കളുടെ വിവാഹ പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടപ്പോൾ സംഭവിച്ച ചെറിയൊരു അബദ്ധം തമാശ പറഞ്ഞത് ഓർക്കുകയാണ്. സംഭവിച്ചതാണ്. അതിന് പശ്ചാത്തലത്തിൽ ഓർക്കണം. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ താലികെട്ടിന്റെ സമയത്ത് പെൺകുട്ടിയെ മുട്ടുകുത്തി നിൽക്കുന്ന പതിവുണ്ട്. ആ സമയത്ത് വരൻ പുറകെ നിന്നുകൊണ്ട് താലികെട്ടി. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ ക്രമം അറിയാമായിരുന്നു, വരന് അത് അറിയില്ല. അല്ലെങ്കിൽ സമയമായപ്പോൾ കാർമിക നൈതികളോട് പറഞ്ഞ് മുട്ടുകുത്തുക എന്നത് പെൺകുട്ടികളുടെ മനസ്സിലായവരോട് കൂട്ടാറുണ്ട്. പക്ഷെ വരൻ കേട്ടത് തൊട്ട് മുത്തുക എന്നത് തൊട്ട് മുത്തി. അപ്പൊ അത് കേൾക്കുന്നത് നമുക്ക് ചെയ്തു തരുമെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ചേച്ചിയോ നമ്മൾ ഊഹിക്കാവുന്നതേ. അതായത് സ്വന്തം മാതാപിതാക്കളുടെ കല്യാണ സമയത്ത് സംഭവിച്ച അബദ്ധം പറഞ്ഞില്ല. അച്ഛനോട് വ്യാഖ്യാനം നിരീക്ഷിച്ചത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു യുവാവിനും യുവതിക്കും പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മളൊക്കെ പള്ളിയിൽ വരുമ്പോൾ വിശുദ്ധന്റെ രൂപത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധന്റെ രൂപത്തിൽ ചുംബിക്കാറുണ്ട്. അതിനർത്ഥമല്ല അവരുടെ വിശുദ്ധിയെ സഭ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെൺകുട്ടികൾ ബോധ്യപ്പെടാറുണ്ട്, എനിക്ക് ദൈവം നൽകുന്ന ഈ വരൻ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്, അവരുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ തക്ക വിധത്തിൽ. അതോടൊപ്പം തന്നെ വരന്റെ ബോധ്യപ്പെടാറുണ്ട്, എനിക്ക് ദൈവം നൽകുന്ന ഈ ജീവിതങ്ങളിൽ വിശുദ്ധിയായ ഒരു കുട്ടിയാണ്, അവിടെ തൊട്ടുമുത്തുവാൻ തക്ക വിധത്തിൽ. ഈ ഒരു ബോധ്യത്തോടെ വിവാഹത്തിൽ പ്രവേശിക്കണം. ജീവിതകാലം മുഴുവൻ ഈ ഒരു കോൺസെപ്റ്റ് മറന്നു പോകാതെ മുറുകെ പിടിക്കണം. എന്നിട്ട് ഞാൻ പുസ്തകം ആകെ ഒരിക്കലും ആക്കരുത്. വിശുദ്ധമായോ വിശുദ്ധ ചെയ്തതോ വിശുദ്ധരോ. അപ്പോൾ തീർച്ചയായും നല്ല മനോഭാവമുള്ളവരാണ്, ആത്മീയതയുള്ളവരാണ്, പ്രാർത്ഥന ചരിത്രമുള്ളവരാണ് രണ്ടുപേരും. നല്ല കുടുംബങ്ങളിലുള്ള വ്യക്തികൾ, നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല ജോലിയുള്ളവർ. ഇതിനൊപ്പം ചേർന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയോടെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിവാഹ ജീവിതം അനുഗ്രഹീതമാകും. ബോണിയെ ഞാൻ അടുത്ത നാളുകളിൽ പരിചയപ്പെട്ടത്. പക്ഷെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി നല്ല നല്ല ഒരു ഇന്റഗ്രിറ്റിയുള്ള നല്ലൊരു മിടുക്കനായ യുവാവ്. ഇത് ഞങ്ങളുടെ കുടുംബം കൊണ്ട് വാഴത്തോപ്പിലായിരുന്നു. ഞാൻ വാഴത്തോപ്പില് പണ്ട് കൊച്ചനായിരുന്നു ഓർക്കുന്നുണ്ട്. എന്തായാലും വടക്കൻ ജോർജസിന് വന്നിരിക്കുന്നത് ഈ പഴയ ഹൈറേഞ്ച് ജോർജസാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും വളരെ നല്ലൊരു കുടുംബമാണ്. അങ്ങനെയുള്ള കുടുംബത്തിന്റെ ബോണിക്ക് ദൈവം നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ പാലായുടെ ആത്മീയ പൈതൃകമൊക്കെ ചേർക്കുന്ന പള്ളിയിൽ നമുക്ക് വേടവ കഴിയാൻ വന്നിട്ടുണ്ട്. വടവാസത്തിനായിരുന്നു അതിനടുത്ത് ഞങ്ങളുടെ ഇടവ്. അപ്പൊ എന്തായാലും നല്ല ആത്മീയ പൈതൃകമുള്ള സ്ഥലത്ത് നിന്ന്, നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല മാതാപിതാക്കൾ ജനിച്ച യക്ഷാമലിയായാണ്. ഇത് ദൈവം അറിഞ്ഞ് ചേർക്കുന്നതാണ്. ദൈവം ചേർക്കേണ്ടതിനെ ചേർക്കുന്നവനാണ്. അത് നമ്മളായിട്ട് പറയാതെ വെച്ചാൽ മതി. ഇരുപത്തിൽ എന്താ പറയുക, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ദൈവികമായ വിധത്തിലാണ് യോജിപ്പിക്കപ്പെടുന്നത്. അത് മാനസികമായ സ്വാർത്ഥമായ ഘടകങ്ങളെ കടന്നു കഴിഞ്ഞിട്ട് ശുദ്ധമാക്കരുതെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് കാനായ കല്യാണത്തിൽ സംഭവിച്ച കാര്യമാണ് വചനത്തിലുള്ള വായിച്ചു കേട്ടത്. അവിടെ അത്ഭുതം സംഭവിച്ചു. അതിന് കാരണമെന്താ? അവിടെ മാതാവുണ്ടായിരുന്നു, അവിടെ ഈശോയുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ കാനായ കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവിടെ സന്തോഷത്തിന്റെ അവസരത്തിൽ അവ ഈശോയെയും മാതാവിനെയും ശിഷ്യന്മാരെയൊക്കെ അവിടെ വിളിച്ച് വരുത്തി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ ആദ്യം വിളിക്കുന്ന സങ്കടം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, സന്തോഷ നിമിഷത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്നുപോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ കുടുംബം അങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവത്തെ വിളിച്ച് കുടുംബത്തിൽ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ ആവശ്യ സന്ദർഭത്തിൽ ദൈവം ഉണർന്ന് പ്രവർത്തിച്ച് നമ്മുടെ കുടുംബങ്ങൾ മാറ്റി കൃപയുടെ നിറവാക്കി മാറ്റുമെന്ന് നമുക്കിവിടെ ബോധ്യം കിട്ടുകയാണ്. പരിശുദ്ധമായി ഇടപെടും, ഈശോ ഇടപെടും, അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ ജീവിതങ്ങളിൽ എന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്നും നിങ്ങളുടെ മാതാപിതാക്കളായി നിങ്ങൾക്ക് പകർന്നു തന്ന ഈ വിശ്വാസ പാരമ്പര്യം, ആത്മീയ ചൈതന്യം മുറുകെ പിടിച്ചുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കത്തക്ക വിധത്തിൽ സാക്ഷി ജീവിതമായിരിക്കട്ടെ നിങ്ങളുടേത് എന്നും ആശംസിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളാസന്മാരുടെ പേരിലും ജോർജസിന്റെ പേരിലും ജീവനത്തിന്റെ പേരിലും ഇവിടെ എല്ലാവരുടെയും പേരിലും ഒരിക്കൽ വ്യക്തിപരമായും ഒരിക്കൽ കൂടി അഭിനന്ദനം നേരുന്നു. ദൈവം പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ ദൈവത്തെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ വിവാഹം കർത്താവേ, നമ്മുടെ മാനവരെ കൃപയുണ്ടാകണമേ.
ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ വണവാട്ടി
പ്രവാചകനായ യേശുക്രിസ്തുവേ, മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നിങ്ങൾ തലവനിച്ച് ആശീർവാദം സ്വീകരിക്കും. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാൻ അവിടുത്തെ രക്തപാനം ചെയ്യാൻ തിരുസഭ ക്ഷണിക്കുന്നു.
Thank you.
You and I
എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന വളരെ പരസ്യമായിട്ടുള്ള രഹസ്യമുണ്ട്. ഹിയർ ബോണി ആൻഡ് എൽസ. ഇന്നത്തെ ഈ ഒരു ദിവസം അവർ രണ്ടുപേരും ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന, അവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്വപ്നം അവരുടെ ലൈഫിലെ ഡ്രീം ഡേ വെഡിങ് ഡേ ആണ്. ഫൈനലി അവർ ആഗ്രഹിച്ചതുപോലെ എല്ലാവരുടെയും പ്രസൻസിൽ ഒഫീഷ്യലി ലൈഫ് പാർട്ട്നേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയ ശേഷം എൻട്രൻസിൽ വളരെ ഹാപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. പലരും ബിസിയായി എന്നെനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഉള്ളിലെ ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ നല്ലൊരു ക്ലാപ്പായിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ റിയൽ സ്റ്റാർസിനെ നമുക്ക് സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യണം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുകയും ഈ ക്ലാപ്പ് കേൾക്കാനേ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ നല്ലൊരു ക്ലാപ്പായിട്ട് കൊടുത്തുകൊണ്ട്
1 മണിയായപ്പോൾ തൊട്ട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ചെക്കൻ പെണ്ണ് എവിടെ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി 2 പേരും സ്റ്റേജിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് എൽസ ലൈഫിൽ മിസ്സസ് ആയിരുന്നു. മുഖം നോക്കിയാൽ അറിയാം അത് എത്രത്തോളം ഹാപ്പി ആണെന്ന്. കൺഗ്രാറ്റ്സ്. ഹിയർ ബോണി, നാട്ടിലെയും വീട്ടിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചലർ ആയിട്ടുള്ള ബോണിക്കുട്ടൻ ഇനി മുതൽ ഹസ്ബൻഡ് മെറ്റീരിയലാണ്. കൺഗ്രാറ്റുലറി. 2 പേരും വളരെ ഹാപ്പി ആയിട്ടാണ് സ്റ്റേജിലായിരിക്കുന്നത്. കാര്യമൊക്കെ ശരിയാണ്. ബട്ട് നമുക്ക് കുറച്ച് പേരെയും കൂടി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തർക്കം ഉണ്ടാവില്ല. ബോണിയുടെ എൽസയുടെയും വെഡിങ് ഡേ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പാരൻസ് ആൻഡ് സിബ്ലിംഗ്സ് അവർ കാത്തിരുന്ന ഒരു ദിവസമാണ്. ഐ തിങ്ക് നല്ലൊരു ക്ലാപ്പോട് കൂടി 2 പേരെയും ഫാമിലിയെ നമുക്ക് സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. ഈ ഒരു മൊമെന്റിൽ ബോണിയും എൽസയുടെയും പപ്പ മമ്മി സിബ്ലിംഗ്സ് എല്ലാവരും സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം. നല്ലൊരു ക്ലാപ്പോട് കൂടി. രണ്ട് പേരുടെ ഫാമിലി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. ഇപ്പോഴും ഓൺലൈനിൽ ഒരു ഗ്യാങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ഗ്യാങ്സ്റ്റർ അറ്റാക്ക് ആയിരിക്കും. ക്യൂട്ടായിരുന്നു. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു. ഫസ്റ്റ് ഞങ്ങൾക്ക് അറിയേണ്ടത് ബോണിയുടെ സോൾമേറ്റ് ലൈഫ് പാർട്ണറായിട്ട് വരുന്ന എൽസയെ പറ്റിയാണ്. എൽസ മരിയം ജോൺസൺ. ഈ കാണുന്നതാണ് എൽസ. ഇതിനപ്പുറം എൽസയൊന്നുമില്ല. വളരെ ഹമ്പിൾ, സിമ്പിളാണ്, ലവബിൾ ആയിട്ടൊരു പേഴ്സണാണ്. അത് പറയുമ്പോൾ തന്നെ ആളിങ്ങനെ അഭിമാനം കൊണ്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് പോയ എൽസ. ഓക്കെ, എൽസ മരിയ ജോൺസൺ ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 3 years ആയിട്ട് നേഴ്സിംഗ് ഫീൽഡിലാണ്. ബട്ട് അതിന് മുൻപെത്തുന്നതിന് മുൻപ് OIT ട്രെയിനറായിട്ട് മെഡിസിറ്റി ഇന്റർനാഷണൽ അക്കാദമിയിൽ ഒരു 6 months ഉണ്ടായിരുന്നു. അതിൻ്റെതായ ജാടയൊന്നുമില്ല അല്ലേ എൽസ? തലവിളിക്കുക, ഈ പിള്ളച്ചൻ കള്ളം പറയാമെന്ന് വിചാരിക്കും. യെസ്, എൽസയുടെ പപ്പ ജോൺസൺ അങ്കിൾ. ജോൺസൺ അങ്കിള് ഒന്ന് ചിരിച്ചേക്ക്, അല്ലെങ്കിൽ എൽസയുടെ പപ്പ കലിപ്പനാണെന്ന് വിചാരിക്കും. ജോൺസൺ അങ്കിൾ, എൻ്റെ മുഖത്ത് വരില്ലാത്തൊരു എക്സ്പ്രഷനാണ് മോളെ എന്നാണ് പറഞ്ഞത്. യെസ്, ആൾ ഭയങ്കര ടാഡിക്കൂളാണ്. ആൻഡ് ദെൻ എൽസയുടെ മമ്മി ബിന്ദു ആൻറ്റി. ബിന്ദു ആൻറ്റി സത്യത്തിൽ എൽസ നേഴ്സിംഗ് ഫീൽഡിലോട്ട് വന്നത് ആരെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണെന്ന് ചോദിച്ചാൽ എൽസ ഒരു സംശയമില്ലാതെ പറയും അത് ബിന്ദു ആൻറ്റിനെ കണ്ടാണ്. അതും ബിന്ദു ആൻറ്റി ഇസ്രായേലിലായിരുന്നു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ആ ഒരു ഫാമിലി പ്രൊഫഷനും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ആളാണ് ബിന്ദു ആൻറ്റി. ആൻഡ് ദെൻ 2 സിബ്ലിംഗ്സ്, 2 സിസ്റ്റേഴ്സാണ് എൽസയ്ക്കുള്ളത്. അത് തന്നെ ധാരാളം എന്നാണ് പറയുന്നത്. ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് 2 പേരാണുള്ളത്. ആദ്യത്തെയാൾ ടെൽസ മരിയം ജോൺസൺ. ഈ ഒരു ഫാമിലി ഫുൾ മെഡിക്കൽ ഫീൽഡിലാണ്. ടെൽസ MBC നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട് ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഇപ്പോൾ ജർമ്മനിയിൽ എന്താ പറയുക പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദെൻ അടുത്ത സിസ്റ്റർ ഹെലൻ മരിയം ജോൺസൺ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, 3rd year. ഓക്കെ, എൽസയുടെ ഫാമിലിയെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ ബോണി ചേട്ടനിലേക്ക്, നമ്മുടെ ഹീറോയിലേക്ക് കടന്നേക്കാം. ആള് ഇടുക്കിയിൽ നിന്നുള്ളൊരു റോക്കി പ്ലേയർ, ഒരു KGF കരിയറാണ് അദ്ദേഹത്തിന്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ബോണി ചേട്ടൻ ബേസിക്കലി ഒരു ഇടുക്കിക്കാരൻ, അച്ചായനാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം കരിയറായിരുന്നു ബേക്കിംഗ് ഫീൽഡിലോട്ട് പോവുക എന്നുള്ളത്. അദ്ദേഹം 19 വയസ്സിൽ ഇന്ത്യ വിട്ട് പറന്നു പോയതാണ്. ഇന്ന് അയാൾ വന്നു നിൽക്കുന്നത് അങ്ങനെ നിസ്സാരക്കാരനായിട്ടല്ല. ബേക്കിംഗ് ഒരു ആർട്ടാണ്, അതിലൊരു ഗ്ലോബൽ എക്സ്പേർട്ട് ആയിട്ടാണ് ആള് ഇവിടെ വന്നു നിൽക്കുന്നത്. ഇപ്പോൾ ന്യൂസിലൻഡിൽ വൂൾമൺസിൽ ചാർജ് ബേക്കറായിട്ട് ബോൺചേട്ടൻ വർക്ക് ചെയ്യുകയാണ്. ബോൺചേട്ടൻ്റെ പപ്പ ജെയിംസ് അങ്കിൾ, ജെയിംസ് ബോണ്ട് അല്ല, ജെയിംസ് ജോസഫ്. ജെയിംസ് അങ്കിൾ ആൾ നല്ലൊരു ബിസിനസ്മാൻ ആണ്. എന്താണ് അങ്കിൾ ബിസിനസ് എന്ന് ചോദിച്ചാൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് ഒരു മടിയില്ലാതെ എൻ്റെ മുഖത്ത് നോക്കി ചിലപ്പോൾ പറഞ്ഞു കളയും. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്കിളിലേക്ക് പോകുന്നില്ല. ബട്ട് ഈ ഒരു ഫാമിലിയുടെ പില്ലർ എന്ന് പറയുന്നത് ജെയിംസ് അങ്കിളാണ്. ആൻഡ് ദെൻ ലിസി ആൻറ്റി. ലിസി ആൻറ്റിയാണ് ഈ ഒരു ഫാമിലിയുടെ ബാക്ക് ബോൺ. ആൻറ്റി വാൾപോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ദെൻ ഒരേ ഒരു സിസ്റ്ററാണ് ബോണിക്കുള്ളത്, അന്ന മരിയ ജെയിംസ്. സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടഫ് നെയിമാണ്. എങ്കിലും ആള് ഉള്ളിൻ്റെ ഉള്ളിൽ യാതൊരുവിധ കള്ളത്തരമില്ലാത്ത ഒരു ഇന്നസെൻറ്റ് സോളാണ്. ഇപ്പോൾ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, 2nd year സ്റ്റുഡൻ്റ് ആണ്.
ആള് നല്ല പാട്ടുകാരിയാണ്. ആരും ഇവിടെ വിട്ടു പോകരുത്. അന്നയുടെ ഒരു അടിപൊളി സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ് ഉണ്ടായിരിക്കും. എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്തിട്ടേ പോകാവുള്ളൂ. യെസ്, ഫാമിലി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. ബോണി ആൻഡ് എൽസ, നമുക്കിന്ന് തുടങ്ങിയാലോ? അപ്പോൾ കയ്യിലുള്ള ബൊക്കെയൊക്കെ താഴെ വെച്ചു. ബട്ട് മുഖത്തെ ചിരി കളയുന്ന രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സെറ്റിൽ ലൈൻ ക്യാൻറ്റീൻ തെളിക്കണം. ഒരു പക്ഷേ ഇതിന് കൂടി എല്ലാവിധ സപ്പോർട്ടുമായിട്ട് പപ്പ മമ്മി എല്ലാവരും ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് പാർട്ടി ഫസ്റ്റ് ബോണി ആൻഡ് എൽസ. Then James and Lizzie Anthony. Then Elsa and Proud Parents. ഈ തീം കുരുത്തൂര് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് പോലെ ബോണിഷേറിന്റെ കയ്യിലോട്ട് ഞാനിപ്പോൾ മൈക്കൊക്കെ കൊടുത്താൽ അതിൽ പകരുന്ന ആളൊന്നും അല്ല ബോണിഷേരൻ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുട്ടി ആഗ്രഹം, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചെടുക്കാനുള്ളതാണ്. ബോണിഷേറാണ് ഇവിടെ. ബോണിഷേറിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ബോണിഷേറിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഇവിടെ മെജോറിറ്റിയും ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. സോ ബോണിഷേറിന്റെ ലൈഫ് പാർട്ണർ സോൾമേറ്റ് ആയിട്ട് വരുന്ന എൽസയെ ഞങ്ങൾക്കൊന്ന് ഇന്റർവ്യൂസ് ചെയ്ത് തരണം. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ലൈഫ് പാർട്ണേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു ബാക്കിലെ കുട്ടി സ്റ്റോറി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് എൻകറേജ് ചെയ്താൽ നമ്മുടെ ബോണിഷേറിൻ 2 വേർഡ്സ് സംസാരിക്കുന്നതായിരിക്കും. പ്രൗഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ നന്ദി. എൽസനെ കുറിച്ച് പറയാനായിട്ട് എൽസനെ ഞാൻ ആദ്യമായിട്ട് ഫാമിലി എനിക്ക് ചാറാമാറ്റമോളൊരു കണ്ടുപിടിയാണ്. ജാനുവരി 8 ആണ് ദ ഡേ ഞങ്ങൾ ആദ്യമായിട്ട് സന്ദേശം കൈമാറിയത്. ഞാൻ ഒരു സന്ദേശം അയച്ചു. ചാറാമാറ്റമോളിയിൽ തങ്ങളുടെ ഫോട്ടോ കണ്ടു, എനിക്കിഷ്ടമായി, ഞങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടമായി, താങ്കൾക്ക് ഇഷ്ടമായെങ്കിൽ തിരിച്ച് റിപ്ലൈ തരാം. ആ ജേർണി ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഐ എം സോ ബ്ലെസ്ഡ്. Thank you, Elsa, for coming to my life. So that's it. എനിക്ക് വേണം ഈ പ്രശ്നു, ഞാനതിന് എടുക്കുകയാണെന്ന് പറയുന്നത് ബോണിഷേറിന് പ്രൊഫൈൽ കണ്ടു. എനിക്ക് വേണം ഈ കുട്ടിയെ, എനിക്ക് ഇഷ്ടമായി, ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു, മെസ്സേജ് അയച്ചു. എൽസ ആക്സെപ്റ്റ് ചെയ്തു, ഇവിടെ വരെ എത്തി. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തുകൊണ്ടും സന്തോഷമുള്ളൊരു നിമിഷമാണ്, മൊമെൻ്റാണ്. ഇനി നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. എഗെയിൻ നിങ്ങൾ ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്ത് കേക്ക് കട്ട് ചെയ്യാം. ആദ്യം ബോണി ആൻഡ് എൽസ നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തു, പപ്പ മമ്മി എല്ലാവരും. ഓക്കെ. Yeah, the universe is one big place. It's hard to cut through all the noise. And people tell you just to play it safe, like you don't even have a choice. I don't know how to belong down here. I don't need to be somebody to someone. Day I know that I'll disappear. So while I'm here, I run the red lights just to see how it feels, waving my hands high, not even touching the wheel, drinking the moonlight, and the heaven I feel goes on forever and ever and ever. Red lights just to see how it feels, waving my hands high, not even touching the wheel, drinking the moonlight.
much beauty to discover. I can hardly take it in. I will ever stand in wonder of a grace that never ends. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. We have barely scratched the surface of your death-defying love. Every breath I have is worth it. 1,000 songs are not enough. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. Yes, I'm falling in love with you. For the stars at night, every sunset sky. For it all, oh God, I say I love you. For the world you made. Colors and promises. How to be brave? How can I love when I'm afraid to fall? Watching you stand alone. All of my doubt suddenly goes away somehow. ഒന്ന് കറക്കാവോ Thank you.
You and I, we were meant to be. I feel it in my soul, feel it in my soul. Never separated, you and me. Broken made whole, broken made whole. The world that tries to steal our hope tries to make us numb, but our love has overcome. And you, my dear, you are my prize. When I look into your eyes, love overflow, I'm never letting go. All my life I give to you, love breakthrough, I'm never letting go. Never ceasing, our love grows, ever increasing, I won't let you go. Hearts of fire, through and through. Follow me, I'll follow you. We will pursue everything together, do. Tests and trials, love renew. Yeah, we've made it, we've always been proven true. We've always been proven true. Still the world that tries to steal our hope tries to make us numb, but our love has overcome. And you, my dear, you are my prize. When I look into your eyes, love overflow, I'm never letting
I'm so close, I can exhale, I can let go. My heart can breathe I'm jealous of the blue jeans that you're wearing, and the way they're holding you so tight.
I'm jealous of the moon that keeps on staring. So lock the door and turn out the night. I want you all to myself. We don't need anyone else. Let our bodies do the talking. Let our shadows paint the wall. I want you here in my arms. We'll hide away in the dark. Slip your hand in my back pocket. Go and let your long hair fall. I want you all to myself, to myself. I'm jealous of the song that you've been singing, and the way it's rolling off your lips. It might be selfish, but I'm thinking I don't need nothing between you, leaning for another kiss. Yeah, I want you all to myself. We don't need anyone else. Let our bodies do the talking. Let our shadows paint the wall. I want you here in my arms. We'll hide away in the dark. Slip your hand in my back pocket. Go and let your long hair fall. I want you all, to myself, yeah. Girl, I want you in the worst way. Yeah, I want you in the worst way. I want you all to myself. We don't need anyone else. Let our bodies do the talking. Let our shadows paint the wall. I want you here in my arms. We'll hide away in the dark. Slip your hand in my back pocket. Go and let your long hair fall. I want you all, to myself, to myself. I want you all, to myself, yeah. Walk in circles in a dry oasis. We feel the rain is coming. We'll overtake all of the war-torn places and build our hope again. Oh, there's no other time like this we've seen. We got the keys to set us free. I know we're worn down to our bones. This is our prayer, this is our oath. We feel the spark in us. We got the golden touch. There's royal blood in us. Chosen for this. When darkness overcomes,
peace to set us free. Oh, 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 oh. I know we're worn down to our bones. This is our prayer, this is our oath. We feel the spark in us. We got the golden touch. There's royal blood in us. Chosen for this. When darkness overcomes, there's still light in us. Destiny rises up. Chosen for this. I'm jealous of the blue jeans that you're wearing, and the way they're holding you so tight. I'm jealous of the moon that keeps on staring. So lock the door and turn out the night. I want you all to myself. We don't need anyone else. Let our bodies do the talking. Let our shadows paint the wall. I want you here in my arms. We'll hide away in the dark. Slip your hand in my back pocket. Go and let your long hair fall. I want you all to myself, to myself. I'm jealous of the song that you've been singing, and the way it's rolling off your lips. It might be selfish, but I'm thinking I don't need nothing between you, leaning for another kiss. Yeah, I want you all to myself. We don't need anyone else. Let our bodies do the talking. Let our shadows paint the wall. I want you here in my arms. We'll hide away in the dark. Slip your hand in my back pocket. Go and let your long hair fall. I want you all, to myself, yeah. Girl, I want you in the worst way. Yeah, I want you in the worst way. I want you all to myself. We don't need anyone else. Let our bodies do the talking. Let our shadows paint the wall. I want you here in my arms. We'll hide away in the dark. Slip your hand in my back pocket. Go and let your long hair fall. I want you to myself, to myself. I want you
have taken.